ബംഗാളിൽ തന്നെ ദേവി ആണ്, ദുർഗയാണ് അവരുടെ. അല്ലാതെ വിഷ്ണുവോ കൃഷ്ണനോ ക്ലിക്ക് ചെയ്യില്ല അവിടെ. ശരണം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് എന്താ എന്ന് ചോദിക്കും. അവരുടെ ദുർഗയാണ്, കാളി. അപ്പോൾ അവർ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു. അത് പോയിട്ട് മമതയുടെ കാലത്ത് സംഭവിച്ചു, ആർജിക്കാർ അത് സംഭവിച്ചു, ശരി. അപ്പോൾ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന തത്രപ്പാടുണ്ട്. സന്ദേശ് ഖാലിയിൽ കൂട്ടബലാത്സംഗം നടന്നു. കൂട്ടബലാത്സംഗത്തിൻ്റെ ഉത്തരവാദി TMCയുടെ നേതാവാണെന്ന് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അയാളെ സംരക്ഷിക്കാൻ, പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് വോട്ടൊക്കെ ചെയ്ത് കേട്ടോ ആൾക്കാർ മമതയ്ക്ക്. ബട്ട് ഇതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വന്നിട്ട് മമത ഒരു സ്ത്രീ വിരുദ്ധയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല ഇവരുടെ കീഴിൽ. അവരുടെ ആൾക്കാരാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അവർ ആ ആൾക്കാരെ സംരക്ഷിക്കും, ഈ സ്ത്രീയെ സംരക്ഷിക്കില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ക്രമസമാധാനത്തിനുള്ള വോട്ടാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ആ അമ്മൂമ്മയാണ് ബംഗാളിൻ്റെ പ്രതിനിധി. അവർ പറഞ്ഞു ശാന്തി, മനസ്സമാധാനമാണല്ലോ, പട്ടിണിയെങ്കിലും അടിപിടിയും ബഹളവും ഇല്ലാതെ കിടക്കണ്ടേ എവിടെയെങ്കിലും, അതിന് വേണ്ടിയിട്ട്. ഇത് മമത ഒരിക്കലും സ്വൈര്യം കൊടുത്തിട്ടില്ല ബംഗാളിന്. എപ്പോഴും അടിപിടി, എന്തിനും അടിപിടി. കേന്ദ്രസേന വന്നാൽ അടിപിടി, പോയാൽ അടിപിടി. ചീഫ് സെക്രട്ടറിയെ വിളിപ്പിച്ചു, അതിനടി. ചീഫ് സെക്രട്ടറി വരണ്ടെന്ന് പറഞ്ഞു, അതിനടി. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനടി. ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി ഷൈൻ ചെയ്യും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ആളുകളുടെ മെൻ്റൽ ബാലൻസ് തന്നെ നശിപ്പിക്കുന്നു.